വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. NIOS +2 ഇംഗ്ലീഷിലെ 8ാമത്തെ അധ്യായമായിട്ടുള്ള എ കേസ് ഓഫ് സസ്പീഷ്യസ് എന്ന് പറയുന്ന അധ്യായമാണ് നമുക്ക് ഇനി ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് കഥകളൊക്കെ കേട്ട് മടുത്തിരിക്കുന്നവരായിരിക്കാം. എന്നാൽ 8ാമത്തെ അധ്യായത്തിലുള്ള ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, വീണ്ടും വീണ്ടും വായിച്ചാലും കേട്ടാലും മതി വരാത്തൊരു കഥയാണ് 8ാമത്തെ അധ്യായത്തിലുള്ള കഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. ഈ കഥ എഴുതിയിട്ടുള്ളത് വാലിസ് എന്ന് പറയുന്ന ഒരു കഥാകൃത്താണ്. നമുക്കറിയാം, നമ്മൾ ഈ കഥയുടെ തുടക്കം എന്ന് പറയുന്നത് നവംബർ മാസത്തിലാണ്. നവംബർ മാസത്തിലെ ഒരു മിഡ് നൈറ്റ്, രാത്രി 2 മണിയെയാണ് ഇവിടെ കഥ തുടങ്ങുന്നത് തന്നെ. നമ്മൾ ഈ ഒരു 8ാമത്തെ അധ്യായത്തിൽ കഥ ഇങ്ങനെയാണ്. ബെൻസൈൻ എന്ന് പറയുന്ന ഡോക്ടർ തൻ്റെ ജോലി എല്ലാം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് തൻ്റെ ജോലി രാത്രി 2 മണിക്കാണ് കഴിയുന്നത്. 2 മണിക്കാണ് വീട്ടിലേക്ക് എത്തുന്നത്. ആ ഒരു സന്ദർഭത്തിലാണ് തനിക്ക് വീണ്ടും ഒരു കോൾ വരുന്നത്. ഒരു ക്ലയൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രസവിക്കാനായിട്ടുണ്ട്, വീട്ടിലേക്ക് വീണ്ടും വരണമെന്ന് പറഞ്ഞുകൊണ്ടൊരു കോളായിരുന്നു. അദ്ദേഹം തൻ്റെ ജോലിയെ ആദ്യമായിട്ട് വെറുക്കുന്നൊരു സന്ദർഭം കൂടിയായിരുന്നു. കാരണം എല്ലാവരും സ്വസ്ഥമായി ഉറങ്ങുന്ന സമയത്ത് പോലും തനിക്ക് ഈ ഒരു ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചിട്ട് സ്വയം സങ്കടപ്പെടുകയാണ്. ആ സമയത്ത് തൻ്റെ മെഡിക്കൽ ബോക്സ് ഒക്കെ എടുത്തിട്ട് അദ്ദേഹം തൻ്റെ കാറിൽ കയറി പോകുന്ന സമയത്ത് അദ്ദേഹം ആലോചിക്കുന്നുണ്ട്, ഈ ഒരു ക്ലയൻറ്റ് അല്ലേ, ഒഡ്സോർലി, മിസ്റ്റർ ഒഡ്സോർലിയുടെ ഭാര്യ ഒരിക്കൽ പോലും എന്തായിട്ടില്ല, പകൽ സമയത്ത് പ്രസവിച്ചിട്ടില്ല. 12 പ്രസവം നടന്നിട്ടുണ്ട്, 12 ഡെലിവറി നടന്നിട്ടുണ്ട്. ഇതുവരെയായിട്ട് ഒരു പകൽ സമയത്തുള്ള ഒരു പ്രസവം ഉണ്ടായിട്ടില്ല. അതും ഇതേ നവംബർ മാസത്തിലാണ് എല്ലാ പ്രസവവും ഉണ്ടാവല്. നല്ലൊരു കാലാവസ്ഥയിൽ ആ ഭാര്യ പ്രസവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആലോചിക്കുന്നുണ്ട്, എന്ത്, കഴിഞ്ഞ 2-3 പ്രസവത്തിലുള്ള പേയ്മെൻറ്റ് ഇപ്പോഴും പെൻഡിങ് ആണ്, എന്നിട്ട് എനിക്കിപ്പോൾ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ മുന്നിലൂടെ ഒരു അപരിചിതൻ, ഒരു സ്ട്രേഞ്ചർ നടന്നു പോകുന്നത് കാണുകയാണ്. ആ കാണുന്ന സമയത്ത് അദ്ദേഹത്തിന് നടത്തം കണ്ടാൽ തന്നെ അറിയാം, എന്ത്, ഭയങ്കര തണുത്ത് വിറച്ചിട്ടാണ് അദ്ദേഹം പോകുന്നതെന്ന്. അങ്ങനെ അദ്ദേഹത്തിന് ലിഫ്റ്റ് കൊടുക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കുന്നു എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുന്നു. അദ്ദേഹം പോകുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു. കാറിലോട്ട് കയറുന്നുണ്ട്. കയറി അങ്ങനെ അവർ പരിചയപ്പെടുകയാണ്. അവർ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ സിഗരറ്റ് ചോദിച്ചു, സിഗരറ്റ് കൊടുത്തു. അവർ ആ കാറിൽ വെച്ച് സ്മോക്കിംഗ് ചെയ്തു. കാറിൽ കയറിയ സ്ട്രേഞ്ചർ ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡോക്ടർ ബെൻസൈൻ, അല്ലേ, എൻ്റെ പേരെന്താണ്, ഡോക്ടർ ബെൻസൈൻ എന്ന് പറഞ്ഞ ആളാണ് ഞാനെന്ന് പറയുമ്പോൾ ആ അപരിചിതൻ പറയുന്നുണ്ട്, എന്ത്, കാറിൽ കയറിയ സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളൊരു ഡോക്ടറാണെന്ന്, മെഡിസിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി പറയാണ്. എന്നിട്ട് പിന്നെ അപരിചിതൻ പേര് പറഞ്ഞു കൊടുത്തു. എൻ്റെ പേര് ഇവാനാണ്, ഞാൻ ഇറ്റാലിയൻ സോൾജർ ആംബുലൻസ് സെക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, പരിചയപ്പെടുത്തി. ആ സമയത്താണ് നമ്മളുടെ കഥാനായകൻ ഡോക്ടർ ബെൻസൈൻ തൻ്റെ പോക്കറ്റിൽ കഴിയിട്ട് വാച്ച് എടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്, എന്ത്, തൻ്റെ പോക്കറ്റിൽ എന്തില്ല, വാച്ച് ഇല്ലെന്ന് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ആ സന്ദർഭത്തിൽ ആർക്ക് മനസ്സിലാകും, തൻ്റെ ഇവാനാണ്, കൂടെയുള്ള അപരിചിതനാണ് ഈ വാച്ച് എടുത്തതെന്ന് വെച്ചിട്ട് തൻ്റെ പോക്കറ്റിലുള്ള ഗണ്ണെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ നേരെ ചൂണ്ടി. അപ്പം പേടിച്ച് വിറച്ച ഇവാൻ തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന വാച്ച് അദ്ദേഹത്തിൻ്റെ കീശയിലിട്ട് കൊടുത്തു. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാറിൽ നിന്നും ചവിട്ടി പുറത്തിടുകയാണ്. അങ്ങനെ അദ്ദേഹം വീണ്ടും തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക്, അല്ലേ, അദ്ദേഹം എടുக்க പോകുന്നത് തൻ്റെ ഫ്രണ്ടായിട്ടുള്ള, ക്ലയൻ്റ് ആയിട്ടുള്ള ഒഡ്സോർലിയുടെ ഭാര്യയുടെ പ്രസവത്തിന് വേണ്ടി പോവുകയാണ്. അദ്ദേഹം പ്രസവം എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ആ സമയത്താണ്, അവിടെ എത്തിയ സമയത്ത് ഒഡ്സോർലിയുടെ ഭാര്യ പ്രസവം കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താ, 12 പ്രസവം പ്രസവിച്ച ആൾക്ക് എന്താണ്, ഒരു ഡോക്ടറത്തിന് മുമ്പ് തന്നെ പ്രസവം കഴിഞ്ഞു, എക്സ്പീരിയൻസ്ഡ് വ്യക്തിയാണ്. അങ്ങനെ ആ ഒരു ഡോക്ടർ എത്തിയ സമയത്തേക്കും ഭാര്യ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ സുഹൃത്തായിട്ടുള്ള, ക്ലയൻ്റ് ആയിട്ടുള്ള ഒഡ്സോർലിക്ക് തൻ്റെ ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആ കഥ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ഒഡ്സോർലിക്ക്, അല്ലേ, കഥാനായകൻ്റെ ഫ്രണ്ടിന് വളരെ രസകരമായിട്ടൊരു അനുഭവമായി തോന്നും. അങ്ങനെ കഥാനായകൻ്റെ ഫ്രണ്ട് ചോദിക്കുകയാണ്, ഒഡ്സോർലി ചോദിക്കുകയാണ്, അല്ല, എൻ്റെ ഭാര്യ പ്രസവിച്ച സമയം നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കും. ഇല്ല, എൻ്റെ അടുത്ത് വാച്ച് ഉണ്ടെന്ന് പറഞ്ഞ് വാച്ച് എടുക്കുന്ന സമയത്ത് മനസ്സിലാവും, എന്ത്, ഈ വാച്ച് തൻ്റേതല്ല, ഈ വാച്ച് തൻ്റേതല്ല എന്ന് മനസ്സിലാകും. അങ്ങനെ അദ്ദേഹം വാച്ചിൽ കാണുകയാണ്, എന്ത്, ടു പ്രൈവറ്റ് ഇവാൻസ് ആംബുലൻസ് സെക്ഷൻ
whose personal bravery preserved our lives the night of November 3, 1943 near the Italian front. നേഴ്സസ് നെസ്ബിറ്റ് എന്ന് പറഞ്ഞ ഇത് കാണുകയാണ്. ഓക്കെ, ഇത് കാണുന്ന സമയത്ത് ആർക്ക് മനസ്സിലാകും? തൻ്റെ നമ്മുടെ ഡോക്ടർ ബെൻസൈന് മനസ്സിലാകും. ആര്? ഈ ഇവാൻ ആരല്ല, കള്ളനല്ല, ഇത് അദ്ദേഹത്തിന്റെ വാച്ച്. അദ്ദേഹം ഞാൻ ഗണ്ണ് ചൂണ്ടിയപ്പം പേടിച്ചിട്ട് എൻ്റെ കീശയിലിട്ടതാണെന്ന് മനസ്സിലാകും. അങ്ങനെയാണ് നമ്മളുടെ കഥാനായകനെ തെറ്റ് മനസ്സിലാകുന്നത്. ഇതാരെ തെറ്റായിരുന്നു? നമ്മളുടെ കഥാനായകന്റെ അടുത്ത് പറ്റിയൊരു പിഴവാണ്, വാച്ച് മാറിപ്പോയതാണ്. ഒരിക്കലും എന്തല്ല, നമ്മളുടെ ഇവാൻ എന്ന് പറയുന്ന ആ അപരിചിതൻ, സ്ട്രേഞ്ചർ എന്തല്ല, ഒരു കള്ളനല്ല എന്ന് മനസ്സിലാവുകയാണ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു 8ാമത്തെ അധ്യായമായിട്ടുള്ള കേസ് ഓഫ് സസ്പീഷൻസ് എന്ന് പറയുന്ന അധ്യായത്തിന്റെ സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ പറയാനുള്ളത്, ആദ്യമായിട്ട് ഇവാൻസിനെ കണ്ടുമുട്ടുമ്പോൾ അല്ലെ, ആ തണുപ്പത്ത് കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹത്തെ കാറിൽ കയറ്റാനുള്ള ഒരു മനസ്സ് അല്ലെ നമ്മളുടെ കഥാനായകൻ ഉണ്ടാവുകയാണ്. ഓക്കെ, അതിനുശേഷം തന്റെ വാച്ച് മോഷണം പോയിട്ടുണ്ടെന്ന് സംശയിച്ചിട്ട് ഇവാന്റെ നേരെ തോക്ക് ചൂണ്ടുകയും ആ ഇവാനെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇടുകയും ചെയ്യുകയാണ്. അങ്ങനെ തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയതിനു ശേഷം തന്റെ സുഹൃത്തിന് കഥ പറഞ്ഞു കൊടുത്തതിനു ശേഷം വാച്ച് എടുത്ത് നോക്കുമ്പോൾ ആ വാച്ചിൽ കാണുന്ന എഴുത്താണിത് അല്ലേ. അപ്പൊ മനസ്സിലാവും എന്ത്, നമ്മളുടെ അപരിചിതൻ, സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആള് ഇതല്ല, ഒരിക്കലും കള്ളനല്ല എന്ന് മനസ്സിലാവുകയാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഒരു 8ാമത്തെ അധ്യായത്തിന്റെ സമ്മറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസർ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അറ്റ് വാട്ട് ടൈം ഡിഡ് ഡോക്ടർ ബെൻസൺ റിസീവ് ദ കോൾ? അല്ലെ, ഏത് സമയത്താണ് ബെൻസൺ, നമ്മുടെ കഥാനായകൻ ബെൻസന് കോൾ വരുന്നത്? അല്ലെ, അറ്റ് 12 o'clock അല്ലെ, 2 മണിക്ക്, രാത്രി 2 മണിക്കാണ് എന്ത് വരുന്നത്, കോൾ വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു ഡിഡ് ഹി വിസിറ്റ്? വൈ? ആരായിരുന്നു അദ്ദേഹത്തെ വിസിറ്റ് ചെയ്തത്? അല്ലെ, മിസ്റ്റർ സോർലി ടു ഡെലിവർ ഹെർ ബേബി. അല്ലെ, അദ്ദേഹം ആരെയാണ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നത്? ഡോക്ടർ തന്റെ ക്ലയന്റ് ആയിട്ടുള്ള സോട്ടോർലിയെയാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഡെലിവറിക്ക് വേണ്ടിയായിരുന്നു ഡോക്ടർ പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഡിഡ് ദ ഡോക്ടർ ക്യാരി ഇൻ ഹിസ് ബാഗ്സ്? അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മെഡിക്കൽ ബോക്സ് അല്ലെ ബാഗിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ബാഗിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? പിൽസ് ആൻഡ് സർജിക്കൽ തിങ്സ് ഫോർ ട്രീറ്റ്മെന്റ്. അല്ലെ, ട്രീറ്റ്മെന്റിനുള്ള സർജിക്കൽ തിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡിഡ് ദ ഡോക്ടർ റിസീവ് പ്രോംപ്റ്റ് പേയ്മെന്റ്? അല്ലെ, ആ ഒരു ക്ലയന്റിൽ നിന്നും കൃത്യമായിട്ട് പേയ്മെന്റ് ലഭിക്കാറുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരിക്കലും ഇല്ല അല്ലെ, നോ പ്രീവിയസ് ബിൽസ് വേർ പെൻഡിങ് പേയ്മെന്റ്. അല്ലെ, മുന്നേയുള്ള പ്രസവത്തിനുള്ള പേയ്മെന്റ് പോലും ഇപ്പോഴും പെൻഡിങ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമ്മളുടെ 8ാമത്തെ അധ്യായമായിട്ടുള്ള എ കേസ് ഓഫ് സസ്പിഷൻ എന്ന് പറയുന്ന അധ്യായത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇതിലും കൂടുതൽ പഠിക്കാനും അറിയുവാനും മനസ്സിലാക്കുവാനും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു ടു ഓൾ.